അപ്രതീക്ഷിത ട്വിസ്റ്റായിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ചതിലൂടെ നടന്നത്. അർദ്ധരാത്രി അടുക്കുമ്പോഴേക്കും ഈ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയെ താഴെയിറക്കാൻ പാകത്തിന് എന്തു കളിയാണ് BJP കളിച്ചത് എന്ന് ഇന്നും വ്യക്തമല്ല. രാജിക്ക് ശേഷം മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ പൊടി പോലും കാണാത്ത സാഹചര്യത്തിൽ ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വിടാതെ പിടിക്കാൻ BJPയും വിട്ടുകൊടുക്കില്ല എന്ന വാശിയോടെ ഇന്ത്യ സഖ്യവുമുണ്ട്. രാജ്യം ഈ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യം പറഞ്ഞതാണ് ശരിയെന്നും രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടമാണ് സത്യമെന്ന് തെളിയിക്കുന്ന ഉത്തരവുമായിട്ട് ഇന്നലെ സുപ്രീം കോടതിയും രംഗത്ത് വന്നിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 12ാമത്തെ രേഖയായിട്ട് ആധാറിനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുപ്രീം കോടതി കുടഞ്ഞു കഴിഞ്ഞു. പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണെങ്കിലും കൊണ്ടത് BJPക്കാണെന്നുള്ളത് പച്ചയായ സത്യമാണെന്നിരിക്കവേ തങ്ങളുടെ ആവശ്യങ്ങളും പോരാട്ടങ്ങളും സുപ്രീം കോടതി അംഗീകരിക്കുന്നതിനുള്ള ആശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യമുള്ളത്. തമിഴ്നാട് വോട്ടുകൾ പിടിക്കാൻ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ കളത്തിലിറക്കിയപ്പോൾ ഇവിടെ ഭരണഘടനയുടെ അന്തസ്സത്ത് കാത്ത് സൂക്ഷിക്കാനും ഭരണഘടനയെ കാത്ത് സംരക്ഷിക്കാനുമായിട്ട് സുപ്രീം കോടതി ജസ്റ്റിസിനെയാണ് തങ്ങളുടെ കോട്ടയിൽ ഇന്ത്യ സഖ്യം ഇറക്കിയത്. തമിഴ് തുറുപ്പുചീട്ടാക്കി NDA മുന്നേറുമ്പോൾ തെലുങ്കിനെ തുറുപ്പുചീട്ടാക്കി മാറ്റുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുമായിട്ടാണ് ഇന്ത്യ സഖ്യം കളത്തിലേക്ക് ഇറക്കിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാനവട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ NDA ഇന്ത്യ മുന്നണികൾ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കണക്കുകളിലെ മുൻതൂക്കം അനുകൂലമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് NDA മുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ച് ശക്തി തെളിയിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. BRSും BJDയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ സഖ്യം ലക്ഷ്യം വയ്ക്കുന്ന ക്രോസ് വോട്ടുകൾക്കുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ക്രോസ് വോട്ടുകൾ ഉണ്ടാകുമോ, അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്നാണ് ചോർന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുന്നണികൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗങ്ങൾ രഹസ്യ ബാലറ്റ് വഴിയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. BRSും BJDയും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ആകെ പോൾ ചെയ്യാൻ സാധ്യതയുള്ള വോട്ട് 770 ആണ്. കണക്കുകൾ പ്രകാരം ഇതിൽ 423 വോട്ട് NDAക്കും 322 വോട്ട് ഇന്ത്യ സഖ്യത്തിനും ലഭിക്കണം. വിജയ സാധ്യതയില്ലെങ്കിലും ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കേണ്ട വോട്ടിൽ ഒരു വോട്ട് കുറഞ്ഞാൽ പോലും അത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയുണ്ടാക്കും. എല്ലാ അംഗങ്ങളും കൃത്യമായി വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ചേർന്ന NDA യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. വോട്ടെടുപ്പിൽ നിന്നും അകാരണമായി വിട്ടുനിന്നാൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് BJP നൽകിയിട്ടുണ്ട്. വോട്ടുകൾ ചോരാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സഖ്യവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഉത്തരവ് BJPക്ക് ഓർക്കാപ്പുറത്ത് കിട്ടുന്ന അടിയാകുന്നതും ഇന്ത്യ സഖ്യത്തിന് അത് ഗുണം ചെയ്യുന്നതും. കാരണം ഭരണഘടനയെ തച്ചുടയ്ക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന ബോധ്യം ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടാവുകയാണ്. അവിടെയാണ് മുൻ സുപ്രീം കോടതി ജസ്റ്റിസിനെ ഇറക്കിയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ കളിയും നിർണായകമായി മാറുന്നത്.